ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ നന്ദിനിക്ക് ഒടുവിൽ ഒരു പുതിയ അഭയം ലഭിക്കുമോ? സ്നേഹത്തിൻ്റെ ഒരു വാതിൽ അവൾക്കായി തുറക്കുകയാണോ? അവസാന നിമിഷത്തിൽ ഓടിവരുന്ന ആ സ്ത്രീ ആരാണ്? കേൾക്കാം അവിവാഹിത 20-ാം ഭാഗം. രമേഷിൻ്റെ അച്ചച്ചൻ നന്ദിനിയോട് വാഹനത്തിലേക്ക് കയറാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ചെറിയ തോതിൽ പേടി തോന്നി. മടിച്ചു നിൽക്കുന്ന അവളോട് ശരിക്കും ദേഷ്യപ്പെട്ട് തന്നെ പത്മനാഭൻ നമ്പ്യാർ പറഞ്ഞു, നിന്റെ ഗുണത്തിനു വേണ്ടി തന്നെയാണ് നിന്നെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്, അല്ലാതെ നിനക്ക് ഒരു തരത്തിലും ഉപദ്രവം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഒരുത്തൻ അങ്ങനെ ചെയ്തു എന്ന് കരുതി എല്ലാവരും അങ്ങനെയല്ല. ഞാൻ പറയുന്നത് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം വണ്ടിയിൽ കയറിയാൽ മതി. ഇല്ലെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. അച്ഛനില്ലാത്ത കുഞ്ഞുമായി നീ തെരുവിലൂടെ അലയേണ്ടി വന്നേക്കും. അച്ഛനും അമ്മയും മരിച്ചതിൽ പിന്നെ ആരിൽ നിന്നും തനിക്ക് ഗുണം ലഭിച്ചിട്ടില്ല. സംരക്ഷിക്കുമെന്ന് കരുതിയ എല്ലാവരും തന്നെ ഉപേക്ഷിക്കുകയും ദ്രോഹിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. കഷ്ടപ്പെടുത്തലുകൾ പോരാഞ്ഞിട്ടാണ് പിന്നെ രമേഷിൻ്റെ ഇളയച്ചച്ചൻ തന്നോട് ഈ കടുങ്കൈ ചെയ്തത്. നല്ലതൊന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കാനില്ലാത്തതുകൊണ്ട് വരുന്നത് വരട്ടെ എന്ന് അവൾ തീരുമാനിച്ചു. നന്ദിനി പോയി ജീപ്പിൽ കയറി. അപ്പോൾ തന്നെ പത്മനാഭൻ നമ്പ്യാർ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഏതോ ഒരു ലക്ഷ്യത്തിലേക്ക് പോവുകയും ചെയ്തു. എവിടേക്കാണ് പോകുന്നതെന്നോ എന്തിനാണ് തന്നെ കൊണ്ടുപോകുന്നതെന്നോ അവൾ അറിഞ്ഞില്ല, ചോദിച്ചുമില്ല. നന്ദിനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത സ്ഥലത്തുകൂടിയാണ് വാഹനം പോയിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ തന്നെ നന്ദിനിക്കറിയാവുന്ന സ്ഥലങ്ങൾ പരിമിതമാണല്ലോ. അപകടം വരാനാണെങ്കിൽ എവിടെ നിന്നും വരാം. തികഞ്ഞ ഗൗരവത്തിലാണ് രമേഷിൻ്റെ അച്ചച്ചൻ. സ്വതവേ അത്തരക്കാരനാണോ ആവോ? നന്ദിനിക്ക് അയാളെ പേടിയുമാണ്. അതുകൊണ്ട് അവൾ മൗനം പാലിച്ചു. അതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നിക്കാണും. എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറയാത്തതുകൊണ്ട് നന്ദുവിന് സംശയവും തോന്നുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ അങ്ങോട്ടൊന്നും ചോദിക്കാൻ പോയില്ല. വരും പോലെ വരട്ടെ എന്ന് വിചാരിച്ചു. കൊല്ലാനാണെങ്കിലും വളർത്താനാണെങ്കിലും കൊണ്ടുപോകട്ടെ. തനിക്ക് ഇനി എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. മരിക്കുവോളമല്ലേ ജീവിക്കേണ്ടു. പിന്നെ എന്തിനു വെറുതെ അന്വേഷിക്കാൻ നിൽക്കണം? എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പോലും നിനക്ക് ചോദിക്കാനില്ലേ? അവിടെ നിന്നും പോരാൻ മടിച്ചത് കണ്ടപ്പോൾ നീ പോരില്ല എന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. ഇത്ര നേരമായിട്ടും താൻ അക്ഷരം പോലും മിണ്ടാത്തതുകൊണ്ടാണ് രമേഷിൻ്റെ അച്ചച്ചന് ഈ മനംമാറ്റമുണ്ടായത് എന്ന് തോന്നുന്നു. സംസാരം ഇപ്പോൾ സാധാരണ പോലെ സ്നേഹത്തോടെയാണ്. അപ്പോൾ അവിടെ നിന്നും സംസാരിക്കുമ്പോൾ ഉണ്ടായ ദേഷ്യമൊന്നും ഇപ്പോൾ ഇല്ല. വളരെ സ്നേഹപൂർവമാണ് ഇപ്പോൾ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നന്ദിനിക്ക് മറുപടി പറയാൻ തോന്നി. ഞാൻ ചോദിച്ചതുകൊണ്ടും പ്രത്യേക കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് ഇനി എവിടെ നിന്നും നല്ലത് വരും എന്ന പ്രതീക്ഷയില്ല. അതൊക്കെ നശിച്ചു തുടങ്ങി. മോശം മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. തികച്ചും നിരാശയുടെ വാക്കുകളാണ് അവളിൽ നിന്ന് വരുന്നത്. ഒരു കണക്കിന് അങ്ങനെ വന്നില്ലെങ്കിലല്ലേ അതിശയിക്കാനുള്ളൂ. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണല്ലോ അവൾ അനാഥയായത്. പിന്നീട് സംഭവിച്ചതെല്ലാം തിരിച്ചടികൾ മാത്രമായിരുന്നു. എന്നിട്ടും പോരാഞ്ഞിട്ടാണ് അവസാനം ഇങ്ങനെയൊരു ക്രൂരകൃത്യവും കൂടി തൻ്റെ സഹോദരൻ ഇവളോട് ചെയ്തത്. എന്നിട്ടും നിരാശ വന്നില്ലെങ്കിൽ മാത്രമേ അതിശയിക്കാനുള്ളൂ. നിനക്ക് നിന്റെ കുഞ്ഞിനെ പ്രസവിച്ചു വളർത്തണ്ടേ? അതിന് ആരുടെയെങ്കിലും സഹായമില്ലാതെ കഴിയുമോ?
അതിന് പൂർണ്ണമായും സഹായം നൽകുന്ന സന്നദ്ധ പ്രവർത്തകരുടെ അടുത്തേക്കാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. അനാഥരെയും ആലംബഹീനരെയുമൊക്കെ സംരക്ഷിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലാതെ അതിനെപ്പറ്റി കൂടുതലായി ഒന്നും തനിക്കറിയില്ല. ആരെങ്കിലും തനിക്ക് സംരക്ഷണം ഒരുക്കും എന്നുള്ള ചിന്ത പോലും ഇല്ലായിരുന്നല്ലോ. ഒരിക്കലും ചിന്തിക്കാത്തതും കരുതാത്തതുമാണല്ലോ മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്നത്. പത്മനാഭൻ നമ്പ്യാർ അത്രയും പറഞ്ഞെങ്കിലും അതിനും നന്ദിനി മറുപടി ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് അയാൾ തന്നെ വീണ്ടും ബാക്കി കൂടി പറഞ്ഞു. കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു കോൺവെൻ്റാണ് നമ്മുടെ ലക്ഷ്യം. സ്ഥലം എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ്. അവരെയും നേരത്തെ മുതലേ അറിയാം. അവരോട് ഞാൻ നിന്റെ കാര്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുചെന്ന് വിട്ടേക്കാനാണ് പറഞ്ഞത്. ബാക്കി കാര്യങ്ങളൊക്കെ അവർ ഏറ്റെടുത്തുകൊള്ളും. കന്യാസ്ത്രീകളെ കണ്ടിട്ടുള്ളതല്ലാതെ അവരോട് ഇന്നുവരെ നേരിട്ട് ഇടപെട്ടിട്ടില്ല. സ്നേഹമുള്ളവരാണെന്നും നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണ് എന്നുമൊക്കെ സ്കൂളിലെ കൂട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സമൂഹത്തിന് നന്മയുള്ള ധാരാളം കാര്യങ്ങൾ അവർ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അനാഥരായ കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ആർക്കും വേണ്ടാത്ത മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും പുറന്തള്ളപ്പെട്ടവരെയാണ് പലപ്പോഴും അവർ സ്വീകരിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നത്. ഒരു പുണ്യപ്രവൃത്തി അത്രമാത്രം. ആരുടെയും അംഗീകാരമോ പ്രതിഫലമോ പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾ ദൈവം മാത്രം അംഗീകരിക്കും എന്നതാണ് അവരുടെ വിശ്വാസം. ഇത്രയും കാര്യങ്ങളൊക്കെ നന്ദു നേരത്തെ അറിഞ്ഞത് അവളുടെ കൂടെ പഠിച്ച ലിജിയിൽ നിന്നുമാണ്. ലിജിക്ക് കന്യാസ്ത്രീയാകണമെന്നാണ് ആഗ്രഹം എന്ന് ഒരിക്കൽ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി വിശദമായി സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞതാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ അവരെ നേരിട്ട് കാണുകയും അവരിൽ നിന്നുള്ള പെരുമാറ്റം എങ്ങനെ എന്നറിയുകയും ചെയ്യാമല്ലോ. നേരിട്ട് കാണാനല്ലേ പോകുന്നത്. പിന്നെ അതിനെപ്പറ്റി സങ്കല്പിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കുറേ നേരം രണ്ടുപേരും സംസാരിച്ചില്ല. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വിശാലമായ ഒരു കോമ്പൗണ്ടിന് ഉള്ളിലേക്ക് വാഹനം കയറി. പത്മനാഭൻ നമ്പ്യാർ പരിസരം നിരീക്ഷിച്ചതിന് ശേഷം സൗകര്യമുള്ള ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തു. അതിനുശേഷം പുറത്തിറങ്ങിയതോടൊപ്പം നന്ദിനിയോട് ഇറങ്ങിക്കൊള്ളാനും പറഞ്ഞു. അവൾ അനുസരണയോടെ പുറത്തേക്കിറങ്ങി. അയാൾ മുന്നേ നടന്നു, അവൾ പിന്നാലെയും. അവർ ചെന്ന് കയറിയത് ഓഫീസ് മുറി എന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലത്താണ്. ആരിത്? പപ്പേട്ടനോ? ഇതാണ് പപ്പേട്ടൻ പറഞ്ഞ കുട്ടി അല്ലേ? അതേ സിസ്റ്റർ. ആ സംബോധന കേട്ടപ്പോൾ എവിടെ നിന്നോ പെട്ടെന്നുണ്ടായ ധൈര്യത്തിൽ നന്ദു മുഖമുയർത്തി നോക്കി. തന്നെ സ്നേഹപൂർവം നോക്കി നിൽക്കുന്ന ഒരു കന്യാസ്ത്രീയെയാണ് നന്ദു അവിടെ കണ്ടത്. പുഞ്ചിരി കളിയാടുന്ന മുഖം, അനുകമ്പയോടെയുള്ള നോട്ടം. അവരുടെ മുഖം മാത്രമേ കാണാൻ സാധിക്കൂ. എങ്കിലും അവർ അസാമാന്യ സൗന്ദര്യത്തിനുടമയാണ് എന്ന കാര്യം തീർച്ച. ജീവിതത്തിൽ പ്രശ്നങ്ങൾ അധികമൊന്നുമില്ലെങ്കിൽ എല്ലാ മുഖങ്ങളും ഇവരുടേതുപോലെയൊക്കെ പ്രസന്നമാകും. തൻ്റെ സാഹചര്യം പോലെയാണ് എങ്കിൽ പുഞ്ചിരിയെല്ലാം മുഖത്തു നിന്നും മറഞ്ഞു പോകും. കുട്ടിയുടെ പേര് പപ്പേട്ടൻ പറഞ്ഞില്ല. അത് കുട്ടി തന്നെ പറഞ്ഞാൽ മതി. അവരോട് സംസാരിക്കാൻ നന്ദിനിക്ക് അല്പം പോലും മടി തോന്നിയില്ല. അല്ലെങ്കിലും ഇനി തൻ്റെ സംരക്ഷണം ഇവരുടെ കയ്യിലായിരിക്കുമല്ലോ. അപ്പോൾ ഇവരോട് അകൽച്ച ഭാവിച്ചാൽ അത് ശരിയാവുകയുമില്ല. അതുമാത്രവുമല്ല,
അവരോട് അകലം തോന്നുന്നില്ല എന്നതാണ് സത്യം. അത് അവരുടെ സംസാരത്തിൻ്റെ പ്രത്യേകത കൊണ്ടുകൂടി ആയിരിക്കാം. ഒരു തവണയെ കണ്ടുള്ളൂ എങ്കിലും ആ മുഖം നന്ദു വല്ലാതെ അങ്ങിഷ്ടപ്പെട്ടു. അവൾ പേര് മാത്രം പറഞ്ഞു. കൂടുതലായി ഒന്നും തന്നെ പറയാനില്ലല്ലോ. അല്ലെങ്കിലും തന്നെപ്പറ്റി എന്തൊക്കെയോ കുറേയേറെ കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ പറയുന്ന പപ്പേട്ടനാണല്ലോ തന്നെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഇതുവരെ അവർ സംസാരിച്ചതിൽ നിന്നും മനസ്സിലായി. അല്ലാതെ തനിക്കിനി കൂടുതലായി എന്താണ് പറയാനുള്ളത്? നന്ദു എന്ന് ചുരുക്കി വിളിക്കാനാണ് എനിക്കിഷ്ടം. ആരുടെ പേരാണെങ്കിലും രണ്ടക്ഷരം വിളിക്കാനാണ് സൗകര്യം. നന്ദിനിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ഇനി മുതൽ നന്ദു എന്ന് വിളിച്ചുകൊള്ളാം. താൻ അല്ലെങ്കിലും എന്നും എല്ലാവരുടെയും നന്ദുവായിരുന്നു. ഇപ്പോൾ കുറച്ചുനാളായിട്ടാണ് തൻ്റെ പേര് മുഴുവനായി വിളിച്ചു കേൾക്കുന്നത്. തന്നെ അങ്ങനെ വിളിക്കുന്ന ആർക്കും തന്നോട് ആത്മാർത്ഥമായ സ്നേഹമോ അടുപ്പമോ ഇല്ല താനും. എനിക്കെന്തോന്നു വിരോധം? എന്നെ വീട്ടിലും അങ്ങനെ തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിലും എന്നെപ്പോലുള്ളവർ വിരോധം വിചാരിച്ചിട്ട് എന്താണ് കാര്യം? അവൾ ഇതുവരെ കടന്നു വന്ന ജീവിതത്തിൽ അനുഭവിച്ച തിരിച്ചടികളാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അവളെ പ്രേരിപ്പിക്കുന്നത് എന്ന കാര്യം സിസ്റ്റർക്ക് അപ്പോഴേ മനസ്സിലായി. അവർ ഇതേപോലെ എത്രയോ പേരെ കാണുന്നു. കാണുന്ന എല്ലാവരോടും സംസാരിക്കുന്നു. സംസാരിക്കുന്ന എല്ലാവരുടെയും വിഷമങ്ങൾ മനസ്സിലാക്കുന്നു. നന്ദിനിക്ക് വിരോധമില്ലെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ വിളിക്കുകയുള്ളൂ. വിരോധമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുതൽ നീ എൻ്റെ നന്ദുവാണ്. എനിക്ക് യാതൊരു വിരോധവുമില്ല. സിസ്റ്റർ ഇനി എന്നെ നന്ദു എന്ന് തന്നെ വിളിച്ചാൽ മതി. നന്ദിനി അറിയാതെ അങ്ങനെ അങ്ങ് പറഞ്ഞുപോയതാണ്. സ്നേഹപൂർവം ഇടപഴകുമ്പോൾ മറുപടികൾ പലപ്പോഴും ആലോചിക്കാതെ തന്നെ പുറത്തേക്ക് വരും. അങ്ങനെയാണ് ഇവിടെയും സംഭവിച്ചത്. പത്മനാഭൻ നമ്പ്യാർ എന്തൊക്കെയോ അവിടേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടായിരുന്നു. പണമാണോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ എന്നൊന്നും അറിയില്ല. നന്ദിനിക്ക് ആ കാര്യത്തിലൊന്നും താല്പര്യം തോന്നാത്തതുകൊണ്ട് അതൊന്നും കാര്യമായി ശ്രദ്ധിക്കാൻ പോയില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവളോട് സംസാരിച്ച സിസ്റ്റർ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് നന്ദിനിയുടെ ആദ്യത്തെ ധാരണ തെറ്റിയ വിവരം അവൾ അറിയുന്നത്. സിസ്റ്റർക്ക് ഒരു കാലിന് തീരെ സ്വാധീനമില്ല. ഭിത്തിയിൽ ചാരി വെച്ചിരുന്ന വടിയെടുത്ത് ഒരു വശത്തിന് താങ്ങ് കൊടുത്തിട്ടാണ് അവർ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നത്. അവർക്കാണല്ലോ എല്ലാ ഭാഗ്യങ്ങളുമുണ്ട് എന്ന് താൻ മുൻപ് വിചാരിച്ചത് എന്നോർത്ത് നന്ദിനിക്ക് സ്വയം കുറ്റബോധം തോന്നി. ആരോ ഒരിക്കൽ പറഞ്ഞതുപോലെ ലോകത്തിൽ പ്രശ്നങ്ങളില്ലാത്തവർ ആരുമില്ല. അതിൻ്റെ തീവ്രതയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ചിലർക്ക് ചില സമയങ്ങളിൽ ലളിതമായ പ്രശ്നങ്ങളായിരിക്കാം. മറ്റു ചിലർക്ക് പ്രശ്നങ്ങൾ കഠിനമായിരിക്കും. എന്തുതന്നെയായാലും എല്ലാം അവർ മറികടക്കുക തന്നെ ചെയ്യും. നന്ദിനിയുടെ കയ്യിലുള്ള സാധനങ്ങളും എടുത്ത് എൻ്റെ ഒപ്പം പോരെ. ഇതിനപ്പുറത്തേക്ക് പപ്പേട്ടൻ വരില്ല. അദ്ദേഹത്തിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞു കഴിഞ്ഞ് എന്നെ അനുഗമിച്ചാൽ മതി. അദ്ദേഹത്തിനോട് ന്യായമായി നന്ദി പറയാം. പക്ഷേ അദ്ദേഹം അത് ചെയ്യുന്നത് ഒരു കുറ്റബോധം കൊണ്ടുകൂടി ആയിരിക്കും. എന്താണെങ്കിലും ആശ്രയമില്ലാതെ നിന്ന തനിക്ക് ഇങ്ങനെ ഒരു അഭയസങ്കേതം ഒരുക്കി തന്നതിൽ തീർച്ചയായും ആ മനുഷ്യനോട് നന്ദി പറയുക തന്നെ വേണം. നന്ദിനി അങ്ങോട്ട് പറയാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പത്മനാഭൻ നമ്പ്യാർ അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഇവിടെ നിനക്ക് പ്രത്യേകമായി ആവശ്യങ്ങളൊന്നും വരില്ല എന്നെനിക്കറിയാം. എന്നാലും എന്തെങ്കിലും സാഹചര്യം വന്നാൽ സിസ്റ്റർ എന്നെ അറിയിക്കും.
ഞാനും വീണയും നിന്നെ കാണാൻ വല്ലപ്പോഴുമൊക്കെ വരാം. സന്തോഷമായിരിക്കുക. വരുന്നതൊന്നും നമുക്ക് തടയാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന് ഓർമ്മിച്ചു കൊള്ളുക. നിരപരാധിയായ പാവമൊരു മനുഷ്യൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. താന്തോന്നിയായ ഒരു സഹോദരൻ ഉണ്ടായിപ്പോയതിൻ്റെ ദുരിതമല്ലേ ഇപ്പോഴും അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് തന്നെയല്ലേ പലരുടെ മുൻപിലും അദ്ദേഹത്തിന് തല കുനിക്കേണ്ടി വരുന്നത്? എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എന്താ കാര്യമുള്ളത്? നന്ദിനി ആ മുഖത്തേക്ക് നോക്കി ശരി എന്ന് മാത്രം പറഞ്ഞു. അവൾക്ക് സങ്കടമുണ്ടെന്നുള്ള കാര്യം പത്മനാഭൻ നമ്പ്യാർക്കും മനസ്സിലായി. പക്ഷേ ഇത് ഒഴിവാക്കാൻ കഴിയുന്നതല്ലല്ലോ. എന്നാൽ പിന്നെ ഞാൻ പോകുന്നു. ഇനി വരുമ്പോൾ കാണാം. സമയമുള്ളപ്പോൾ വരാം കേട്ടോ. പത്മനാഭൻ നമ്പ്യാർ തിരിഞ്ഞ് പുറത്തേക്കിറങ്ങാൻ തുടങ്ങുകയായിരുന്നു. സിസ്റ്ററോടൊപ്പം നന്ദിനി അകത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലുമാണ്. ഹാളിൽ നിന്നും പുറത്തേക്കിറങ്ങിയാൽ കാർ പോർച്ചിലേക്കാണ് എത്തുക. അവിടെയാണ് ജീപ്പ് തിരിച്ചിട്ടിരിക്കുന്നത്. നമ്പ്യാർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഹാള് കടന്ന് പത്മനാഭൻ നമ്പ്യാർ വാതിലിലേക്ക് എത്തിയതേയുള്ളൂ. അപ്പോൾ സിസ്റ്ററിനെയും നന്ദുവിൻ്റെയും മുമ്പിലേക്ക് അതിശീഘ്രം ഒരു സ്ത്രീ ഓടി വരുന്നുണ്ടായിരുന്നു. വല്ല സുഖമില്ലാത്ത സ്ത്രീയും ആയിരിക്കുമോ? അതോ ഇനി പത്മനാഭൻ നമ്പ്യാരെ കണ്ട് മനസ്സിലായിട്ട് അയാളുടെ നാട്ടിലെങ്ങാനുമുള്ള ആരെങ്കിലുമാണോ? അവിടെ നിന്നവർക്ക് ആർക്കും കാരണമൊന്നും പിടികിട്ടിയില്ല. ആ സ്ത്രീയുടെ വരവിന് പിന്നിലെ രഹസ്യം എന്തായിരിക്കും? വെറുതെ ആയിരിക്കുമോ അവരുടെ വരവ്? ആയിരിക്കാൻ സാധ്യതയില്ല. ഇനി നന്ദിനിയുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക? അടുത്ത ഭാഗങ്ങളിൽ കൂടുതൽ വിവരമറിയാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആർക്കെങ്കിലും 1-2 പേർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ.